മഴക്കാലമാണ്, എല്ലാവരും സേഫാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ എല്ലാവരും സേഫായിരിക്കുക. നല്ല കാറ്റും മഴയും ഇടിയോ ഒക്കെ ഉള്ളതാണ്. അതുപോലെ ഇന്ന് മുതൽ സ്കൂളിൽ പോകുന്ന ചെറിയ കുട്ടികൾ, ഫസ്റ്റ് തന്നെ സ്കൂളിൽ പോകുന്ന ചെറിയ കുട്ടികളോട് റോഡിലൂടെ ഒക്കെ നടക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക. കാരണം റോഡിന്റെ സൈഡിലൊക്കെ മരങ്ങളിലാണ്, അതുപോലെ മരക്കൊമ്പൊക്കെ പൊട്ടി വീഴാൻ സാധ്യതയുണ്ട് നല്ല കാറ്റടിക്കുമ്പോൾ. അതുപോലെ തന്നെ സ്കൂൾ മുറ്റത്തും സ്കൂൾ ഗ്രൗണ്ടിലും മരങ്ങളുള്ള ആ മരത്തിന്റെ കീഴെ പോകാതെ, ഇന്റർവെല്ലിനൊന്നും മരത്തിന്റെ കീഴെ പോകാതെ സേഫായി ഇരിക്കണം, വളരെയധികം കെയർ ചെയ്യണം. അപ്പൊ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വേനൽക്കാലം ഭയങ്കര ചൂടുള്ള സമയത്ത് നമ്മൾ ദാഹശമനിയായിട്ട് ഉപയോഗിക്കുന്ന പതിമുഖം എന്ന മരത്തെ കുറിച്ചാണ്. നമ്മുടെ കേരളത്തിൽ വളരെ കുറവാണെന്ന് തോന്നുന്നു, അങ്ങനെയാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു 2 പതിമുഖത്തിന്റെ മരമുണ്ട്. ആ ഒരു മരം കാണിക്കാൻ എന്തായാലും നമ്മൾ പോകുന്നത് പതിമുഖത്തിന്റെ അടുത്തേക്കാണ്. പതിമുഖം ഞാൻ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, അല്ല ന്യൂസ്. ഇതാണ് പതിമുഖം. കണ്ട, നമ്മള് നാട്ടില് എല്ലാവർക്കും അറിയണമെന്നില്ല, ഇത് പല സ്ഥലത്തും കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഒറിജിനൽ പതിമുഖം എന്ന് പറഞ്ഞ മരം. ഇതിന്റെ ചെറിയൊരു പീസ് മതി വെള്ളം നല്ല കളറാവാനും ഒക്കെ. പിന്നെ പതിമുഖം നല്ല മരുന്നും ഔഷധ ഗുണങ്ങളും ഒക്കെ ആണെന്ന് എല്ലാവർക്കും അറിയുന്നില്ല അല്ലേ. അപ്പൊ നമുക്ക് വേറൊരു മരമുണ്ട്, ആ മരത്തിന്റെ അടുത്ത് പോയിട്ട് ഒരു കഷ്ണം കൊത്തിയെടുക്കാം. അപ്പോ മറ്റൊരു മരത്തിന്റെ അടുത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് 8 കത്തിയും വേണം, ഒരു കഷ്ണം കട്ട് ചെയ്തെടുക്കണ്ടേ. പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഈ പതിമുഖത്തിന്റെ മരം വളരെ കുറവാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പതിമുഖം എവിടുന്നാണ് ഇത്രയധികം കയറ്റി വരുന്നത്? അല്ലെങ്കിൽ ഒറിജിനൽ പതിമുഖമാണോ? അതും അല്ലാതെ പതിമുഖം എന്ന് പറഞ്ഞിട്ട് ഇതിന് കളർ വെള്ളത്തിലോ മറ്റോ ഇട്ടിട്ട് കൊണ്ടുവരുന്നതാണോ എന്നൊന്നും അറിയില്ല. അപ്പോൾ ശരിക്ക് നമുക്ക് വിശ്വസിച്ച് കുടിക്കാനൊന്നും പറ്റില്ല. ഇത് കണ്ട ഒറിജിനൽ പതിമുഖമാണ്. ഈ ഒരു ഇങ്ങോട്ട് കാണിക്കും, ഈ മുള്ളൊന്ന് കാണിക്കും. ഇത് കണ്ട നല്ല മുള്ളാണ്, ഭയങ്കരമായിട്ട് തറച്ചങ്ങ് കയറുന്ന മുള്ളാണ്. ഇതാണ് യഥാർത്ഥ പതിമുഖം. അപ്പോൾ ഇതിന്റെ ഒരു ഉണങ്ങിയ കൊമ്പുണ്ട് ഇവിടെ, നമുക്കതൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തു നോക്കാം. പിന്നെ ഇതൊക്കെ കണ്ട, ഇതാണ് ഇതിന്റെ ഇലേന്റെ അടിയിലൊക്കെ മുള്ളുണ്ട് കേട്ടോ, ഭയങ്കര മുള്ളാണ്. അപ്പോ ഇതാണ് യഥാർത്ഥ പതിമുഖം. ഇത് ഉണങ്ങിപ്പോയിട്ടുണ്ട്, കുറെ നാളായെന്ന് തോന്നുന്നു ഉണങ്ങിയിട്ട്. ഇത് മുറിച്ചെടുക്കുന്നതിന് മുന്നേ തന്നെ വെളി വരുന്നുണ്ട്. അങ്ങനെ ഇതിനെ ഇളകിയിട്ടുണ്ട്. പൊരിച്ചെടുക്കുക. മുള്ള് പൊരി ഇത് വേറൊരു മരമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ 2 മരമുണ്ട്. അപ്പോൾ ഒന്നിത് ഉണങ്ങിപ്പോയി. ഇതാണ് ഇതിന്റെ കാതൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഇതിന്റെ കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് വേണം വെള്ളത്തിലിട്ടിട്ട് കാണിക്കാൻ. കാട് ഇത് കണ്ട,
ഭയങ്കര ഭയങ്കര സ്ട്രോങ് ആണ്. ഇതിൻ്റെ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് നമുക്ക് ഇപ്പം നല്ല മഞ്ഞ കളറാണ് ഇത് കാണുന്നത്. നമുക്ക് വെള്ളത്തിൽ തിളപ്പിച്ച് നോക്കാം എന്താ കളറായി വരുമെന്ന്. ഇപ്പം തൽക്കാലം ഈ വീഡിയോന് ഈ വെള്ളമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കഷ്ണം എടുക്കുന്നത്. അപ്പോൾ ബാക്കി കുറച്ച് പണിയുണ്ട്, ഇതിൻ്റെ എല്ലാം ചെത്തിക്കളയണം, എന്നിട്ട് നമുക്ക് വൃത്തിയാക്കിയിട്ട് എടുക്കാം. ഇത് മണ്ണും ചളിയായതുകൊണ്ട് നമുക്ക് ഒരുപാട് വൃത്തിയാക്കാനുണ്ട്. അപ്പം ഞാൻ ഇന്ന് വെള്ളത്തിന് മാത്രം വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അത് കാണിക്കാൻ മാത്രം ഒരു കഷ്ണം എടുക്കുന്നുണ്ട്. എന്തായാലും അതും ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് ഇടുന്നത്. നമുക്ക് നോക്കാം. ഇതിപ്പം മഞ്ഞ കളറല്ല കാണുന്നത്, വെള്ളം എങ്ങനെയായി വരിക നോക്കാം നമുക്ക്. നല്ല കാതൽ ഇത്രയും എടുത്തിട്ടുണ്ട്, കൈക്കൊക്കെ ചെളി. ഇത് വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ചിട്ട് കാണിക്കാം നമുക്ക് എന്താണ് അവസ്ഥ എന്നൊന്ന് കാണാം. വാ, ഇതുകൊണ്ട് കഴുകിയതിന് ശേഷം ഇതിന്റെ കളറ് മാറി. അപ്പോൾ നമുക്ക് വെള്ളത്തിലിട്ടതിന് ശേഷം എങ്ങനെയുണ്ടാവും നോക്കാം. നമുക്ക് വെള്ളത്തിലിട്ട് തിളച്ച് വരുമ്പോൾ ഇത്രയും ഇടുന്നുണ്ട്, ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അവസ്ഥ. വെള്ളത്തിലിട്ടിട്ടുണ്ട്, ഇട്ടപ്പോൾ തന്നെ കളറ് മാറി വരുന്നുണ്ടല്ലേ. ഇതൊന്ന് തൽക്കാലം അടച്ചു വെക്കുന്നുണ്ട്. പെട്ടെന്ന് തിളക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ചേക്കാം. ഇത് തിളച്ച് വരുമ്പോൾ ഇതിന്റെ കളറ് മാറിയിട്ട് വേണ്ട, നല്ല റെഡായിട്ട് വരും. നല്ലോണം റെഡായി വരില്ലേ അല്ലേ, നല്ല റെഡായി വരും. ഇത്രയും വേണ്ട ഒരു വലിയൊരു പാത്രത്തിൽ തിളപ്പിക്കാൻ, മൊത്തം എല്ലാവർക്കും കുടിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഈ ഒരു പീസ് പോലും വേണ്ട. അപ്പോൾ ഞാൻ ഇട്ടത് അധികമായിപ്പോയി, ഒരു ഗ്ലാസ്സിന് അധികമായിപ്പോയി. നമുക്കിനി ഇത് നല്ലോണം തിളക്കണം. ഇപ്പം എത്ര മിനിറ്റായി? 2-3 മിനിറ്റ് കൊണ്ട് തിളച്ചതാണ്. അപ്പോൾ നന്നായിട്ട് തിളക്കണം. ഇപ്പം ഏകദേശം ആയിട്ടുണ്ട്, തിളച്ചിട്ടുണ്ട്. ഡയറക്റ്റ് ഗ്ലാസ്സിലിട്ട് ഗ്ലാസ് പൊട്ടിപ്പോവും. നമുക്ക് ഇത് തണുക്കാൻ വെക്കട്ടെ ഒരു മിനിറ്റ്. കണ്ട ഇതിന്റെ കളർ കണ്ട. നമ്മൾ ആദ്യം ഈ വെട്ടിയെടുക്കുന്ന സമയത്ത് കണ്ടത് മഞ്ഞ കളറാണ്. ഇപ്പം ഈ വെള്ളത്തിൽ കഴുകിയതിന് ശേഷം അതിന്റെ കളർ മാറി. പിന്നെ വെള്ളത്തിലിട്ട് തിളപ്പിച്ചതിന് ശേഷം അതിന്റെയും കളർ മാറി. ഇപ്പൊ റെഡായിട്ട് വന്നിട്ടുണ്ട്. ഇനിയൊന്ന് തണുപ്പിക്കട്ടെ ഒരു മിനിറ്റ്. ഇത് കണ്ട, നമുക്ക് എല്ലാവർക്കും കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെമ്പിൽ ആക്കി വെച്ചതാണ്. ഇതിൻ്റെ തന്നെ കളറ് ഭയങ്കര കളറിലായി. ഇത് വളരെ ചെറിയൊരു കഷ്ണമാണ് ഇട്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നു 10 ലിറ്റർ വെള്ളത്തിൽ ഇട്ടിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതുപോലെ രാവിലെ എല്ലാ ദിവസവും ഇതുപോലെ വെള്ളം തിളപ്പിച്ച് വെക്കും. അങ്ങനെ തിളച്ച വെള്ളം മാത്രമേ ഞങ്ങൾ വീട്ടിൽ നിന്ന് കുടിക്കാറുള്ളൂ. അപ്പോൾ ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഒരുപാട് നാളത്തേക്ക് നമുക്ക് ഉപയോഗിക്കാനുണ്ട്. എന്തായാലും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ വളരെ കുറവായ, വളരെയധികം അപൂർവവും കൂടിയായതാണ് ഈ പതിമുഖം എന്ന ഈ മരം. അപ്പോൾ പതിമുഖത്തിൻ്റെ ഗുണങ്ങളെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല, കാരണം എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ച ആ മരത്തിൻ്റെ ആ ഒരു കാതൽ ഭാഗവും കൂടി കാണിച്ചു തരാം ഞാൻ കേട്ടോ. ഭയങ്കര കളറായി. ഇത് കണ്ടോ, നല്ല കളറായിട്ടുണ്ടാകും. ഇത് മൊത്തം കാതിലാണ്. അപ്പോൾ ഈ സാധനം ഒരുപാട് നാൾ ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ ഇതാണ് മരക്കഷ്ണം. അത് കട്ട് ചെയ്യേണ്ടിക്ക് ശരിക്കും കട്ടർ തന്നെ വേണം. നല്ല എന്താ പറയേണ്ടത്, ഭയങ്കര ഉറപ്പുണ്ട് ഇതിന്. അപ്പോൾ നമ്മുടെ 2 മുത്തുമണികളായ പൂച്ചകൾ അതിങ്ങനെ ഒന്ന് പരിശോധിക്കുക. അപ്പോൾ അടുത്ത ആളൊന്ന്, ഏയ് എന്താ നോക്കുന്നേ? ഇങ്ങോട്ട് നോക്കേ. ഏയ് ഇങ്ങ് നോക്കട. നല്ല നീലക്കണ്ണുള്ള അടിപൊളി വൈറ്റ് കേറ്റാണ് കേട്ടോ. ഇത് ഇവിടെ തന്നെ ജനിച്ചാണ്. പിന്നെ ഇയാളെ പറ്റി പറയുകയാണെങ്കിൽ, ഇയാൾ
കിണറ്റിൽ 2 പ്രാവശ്യം വീണ ആളാണ്. 2 പ്രാവശ്യം വീണത്, ഒരു പ്രാവശ്യം അതിൻ്റെ കിണറ്റിൻ്റെ പടയിൽ തന്നെ കയറിപ്പറ്റാൻ പറ്റി. പിന്നെ ഒരു പ്രാവശ്യം അർദ്ധരാത്രിയാണ് കിണറ്റിൽ വീണത്. അത് ഇവിടുത്തെ കിണറ്റല്ല, ഇവിടെ ജനിച്ചതാണെങ്കിലും ഒരു ചേച്ചിക്ക് കൊടുത്താണ് ഈ സാധനത്തിന്. അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് 2 മണിക്കോ മറ്റോ, നട്ടപ്പാതിരക്ക് 2 മണിക്കോ മറ്റോ കിണറ്റിൽ വീണ് പിറ്റേന്ന് 2 മണി വരെ, അതായത് ഉച്ച 2 മണി വരെയാണ് ആ കിണറ്റിൽ ഇങ്ങനെ അള്ളിപ്പിടിച്ച് നിന്ന്. അള്ളിപ്പിടിക്കാൻ മാത്രം എന്തോ ഒരു ഇത് കിട്ടി. അങ്ങനെ ഒരു ദിവസം ശരിക്ക് മരിച്ച് ജീവിച്ച ഒരാളാണിത്. അതുകൊണ്ട് തന്നെ ഇതിനോട് ഭയങ്കര സ്നേഹമാണ് എനിക്ക്. പിന്നെ ഒരു ദിവസം മരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ കിണറ്റിൻ്റെ താഴെ ഭാഗത്ത് ഇടിഞ്ഞ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, ഒരു ഗുഹ പോലെ. അപ്പോൾ ഇതിൻ്റെ കരച്ചിൽ മാത്രമാണ് കേൾക്കാൻ പറ്റുന്നത്. കരച്ചിൽ കേട്ട് അങ്ങനെ ഇവിടെ ഞാൻ നിതീഷിനെ വിളിച്ച്, നിതീഷ് വന്ന്, നിതീഷാണ് ഇതിനെ രക്ഷിക്കുമ്പോഴേക്ക് ഇതിൻ്റെ തലഭാഗം മാത്രമേ ചൂടുള്ളൂ, ബാക്കിയെല്ലാം തണുത്ത് മരവിച്ച് അങ്ങനെ ഒരു അത്രയധികം ബുദ്ധിമുട്ടിയ ഒരു ആളാണിത്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സ്നേഹമാണ്. പിന്നെ അതേപോലെ തന്നെ എന്നോടും ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ ഇതാണ് കേട്ടോ. ഒരു ദിവസം ഇപ്പോഴും എനിക്ക് ഓർക്കും ഭയങ്കര സങ്കടമാണ്. കാരണം എന്ന് പറഞ്ഞാൽ രാത്രി 2 മണിക്ക് വീണിട്ട് കൈകൊണ്ട് പിടിക്കാൻ പോലും സ്ഥലമില്ലാത്ത, അല്ലെങ്കിൽ ബാക്കി ഭാഗം കൈയും തലയും മാത്രം വെള്ളത്തിൽ, ബാക്കി ഭാഗം കൈയും തലയും ഒഴിഞ്ഞ് ബാക്കി ഭാഗം വെള്ളത്തിലായ ആ ഒരു അത്രയും എന്താ പറയേണ്ടത്, വിഷമിച്ച, മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളാണിത്. അപ്പോൾ ഒരുപാട് സ്നേഹമുണ്ട് ഇതിനോട്. അപ്പോൾ ഈ വീഡിയോ എന്തായാലും ഷെയർ ചെയ്തേക്കണേ. കാരണം നമ്മുടെ ഈ മരമൊന്ന് എല്ലാവരിലേക്കും എത്തട്ടെ. ഇതാണ് മരത്തടി. നല്ല അത്യാവശ്യം വെയിറ്റും ഉണ്ട്. പിന്നെ ശരിക്ക് ഇത്ര മാത്രമാണ് ഇട്ടത് കേട്ടോ. ഈ വെള്ളം, അതായത് വീട്ടിലെല്ലാവർക്കും കുടിക്കാനുള്ള ഈ വെള്ളം തിളപ്പിക്കാൻ ഈ ഒരു ചെറിയൊരു പീസാണ്, ഇത്ര മാത്രമാണ് ഇട്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ഷെയർ ചെയ്തേക്കും കേട്ടോ. തടിവാകും. ഇതാണ് എൻ്റെ മൊത്തത്തിലുള്ള തടി. അപ്പോൾ ഇത് പൊരിച്ചെടുത്തതുകൊണ്ട് അതിൻ്റെ വേര് ഭാഗമാണ് ഇത്. നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോ പീസ് കട്ട് ചെയ്തെടുക്കുമ്പോഴും നല്ല കഴുകിയിട്ടാണ് വെള്ളത്തിലിടുക. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, മനസ്സിലാക്കിയല്ലോ. ഇതേപോലത്തെ മരം നിങ്ങളെത്തുണ്ടെങ്കിൽ ഇതേപോലെ ഉപയോഗിക്കുക. പുറത്തൊന്നും ആർക്കും കൊടുക്കണ്ട. ഇപ്പം നമ്മുടെ നാട്ടിൽ വരുന്ന സാധനം തന്നെ എവിടെ നിന്നൊക്കെയോ കയറ്റി വരുന്നതാണ്. അതിലോ എന്തൊക്കെയോ കളറൊക്കെ ചേർത്തിട്ടാണ് വരുന്നത് എന്നാണ് തോന്നുന്നത്. മരം നമുക്കൊന്നുകൂടി കാണാം. ഇതാണ് മരം. ഇത് 2 കഷ്ണമാക്കിയിട്ടുണ്ട്. കാരണം ഒന്ന് അടിഭാഗമുണ്ട്, അതുപോലെ മേൽഭാഗവും. ഇതൊക്കെ നല്ല കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ താഴ്ഭാഗം, വേരും ഒക്കെയുള്ള ഫുള്ള് കാതലാണ് കേട്ടോ. ഇതേപോലത്തെ മരം നിങ്ങളെ നാട്ടിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്ത് ഉപയോഗിക്കുക. കാതൽ ഭാഗം, കാതൽ എന്ന് പറഞ്ഞാൽ ഫുൾ കാതലാണിത്. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ വളരെ അപൂർവമായിട്ട് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ എന്നാണ് കേട്ടത്, അറിഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ കാണുന്നുണ്ടെങ്കിൽ ഇതൊന്ന് എടുത്ത് യൂസ് ചെയ്യുക. നമുക്ക് ഇവിടെ കിട്ടുന്ന സാധനം എന്ന് പറഞ്ഞാൽ എല്ലാം ഡ്യൂപ്ലിക്കേറ്റാണ് എന്നാണ് പറയുന്നത്. കാരണം കളറ് എന്തൊക്കെയോ കളറൊക്കെ കയറ്റിയിട്ടാണ് ഇവിടെ കിട്ടുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കണ്ട നല്ല കളറായി വന്നിട്ടുണ്ട്. ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാവർക്കും കുടിക്കാൻ ഇത്രയും പീസ് മതി കേട്ടോ. ഒരു 10 ലിറ്റർ വെള്ളത്തിന് വരെ ഇത്രയും പീസ് മതി. നല്ല കളറായിട്ട് വരും. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒന്ന് ഒഴിച്ചിട്ട് കാണിക്കാം കേട്ടോ. എന്താ അതിൻ്റെ കളറ് കണ്ട. ഇത് കണ്ട, അടിപൊളി കളറായിട്ട് കണ്ട. ഇതാണ് യഥാർത്ഥ പതിമുഖം. ഇപ്പൊ നമ്മളെ നാട്ടില് നമുക്ക് കിട്ടുന്ന പതിമുഖം ഒന്നും ഒറിജിനൽ ആയിരിക്കില്ല. പതിമുഖം എന്ന് പറഞ്ഞിട്ട് അതിൽ ഒരുപാട് മരക്കഷ്ണമൊക്കെ ഉണ്ട്. അതൊക്കെ എങ്ങനെയാ വരുന്നതെന്ന് അറിയില്ല. എന്തായാലും ഇതൊന്ന് കുടിച്ച് നോക്കാം. ക്ലിയറാ?
അപ്പൊ ഇതൊന്ന് ഞാൻ വീഡിയോ അല്ലേ, അപ്പൊ ഇതൊന്ന് ഞാൻ കുടിക്കട്ടെ. എന്താന്ന് വെച്ചാല് ഞാൻ വെട്ടിയെടുക്കുന്ന സമയത്ത് ചളിയായിരുന്നു, അത് കഴുകി നല്ല ക്ലിയർ ആക്കി കഴുകിയിട്ടാണ് ഈ വെള്ളം തിളപ്പിച്ച് എന്തായാലും ഇതൊന്ന് കുടിച്ചു നോക്കാം. അടിപൊളി. എന്തെന്ന് വെച്ചാൽ ഒരു ചൊവയോ ഒന്നുമില്ല, ടേസ്റ്റ് വ്യത്യാസം ഒന്നുമില്ല. നമ്മൾ സാധാരണ ചൂടുവെള്ളം കുടിക്കുന്നതല്ല. പിന്നെ ഇത് ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണെന്ന് എല്ലാവർക്കും അറിയുന്നില്ല അല്ലേ. അപ്പോൾ സൂപ്പറായിട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെ നാട്ടിലൊക്കെ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ഇടുക. അതുപോലെ ഈ മരത്തിന്റെ കാതല് വെട്ടിയെടുത്തിട്ട് സൂക്ഷിക്കുക. ഒരുപാട് നാളത്തേക്ക് ഇത് ഉപയോഗിക്കുക. എനിക്കിപ്പം കിട്ടിയത് ഒരുപാട് നാൾ ഉപയോഗിക്കാൻ പറ്റുന്ന അത്രയും ഉണ്ടത്. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ നാട്ടിലും ഉണ്ടെങ്കിൽ നിങ്ങളും ഇതേപോലെ യൂസ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം സുരേഷ് ഗോപാൽ, കണ്ണൂർ.